അപ്പോഴേ സംഗമം ചീറ്റിപ്പോയി. ഇപ്പൊ എന്താണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ശബരിമല എന്ന് പറഞ്ഞാലേ ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ്. കേരളം എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യയുടെ എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ഭക്തന്മാരെത്തുന്നതാ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലുങ്കാന, ഇവിടെ നിന്നൊക്കെ വലിയ തോതിൽ ഭക്തന്മാരെത്തുന്നതാ. കേരളത്തിലെ ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ശബരിമലയാ. ഇതുപോലെ മറ്റൊന്നില്ല. ഗുരുവായൂരൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല, എപ്പോഴും നട തുറക്കുന്ന ഒരു ക്ഷേത്രമല്ലത്. എന്നിട്ട് പോലും എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മണ്ഡലകാലത്താണെങ്കിലും മകരവിളക്കിനാണെങ്കിലും അവിടെ വന്ന് അയ്യപ്പനെ തൊഴുതിട്ട് പോകുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന കെടുകാര്യസ്ഥത, കൊള്ളരുതായ്മകൾ, സത്യം പറഞ്ഞ കൊള്ള. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഇപ്പോൾ ഇവിടെ പോയി പലർക്കും അറിഞ്ഞുകൂടാ. അതിന്റെ വിശദാംശങ്ങൾ പറയാം. അപ്പൊ ഈ രീതിയിലാണ് ശബരിമല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സംഗമം സംഘടിപ്പിക്കാൻ ഓടി നടന്ന ദേവസ്വം ബോർഡിന്റെ ആളുകളുണ്ടല്ലോ, നേതാക്കന്മാര്, അവരിപ്പോ പ്രതിക്കൂട്ടി നിൽക്കുക. അവരിപ്പോ നിന്നങ്ങനെ വിയർക്കുക കേട്ടോ. അതുപോലെ ചെയ്ത കള്ളത്തരങ്ങളുടെ ഒക്കെ ചെമ്പ് ഇപ്പോൾ ഓരോ ദിവസവും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുക.